ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ എപ്പോഴും ഒരു വിങ്ങൽ തന്നെയായിരിക്കും. ആ മക്കളെ കാണാതിരിക്കുന്ന വേദനയായിരിക്കും ആ കുടുംബത്തിന് മുഴുവൻ. വീട്ടിൽ എന്ത് സന്തോഷമുണ്ടെങ്കിലും അവരെ അത് അറിയിക്കാൻ മാത്രമേ സാധിക്കൂ. അവർക്കെപ്പോഴും അത് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഗ്രാമത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്നൊരു മരണവാർത്തയാണ് പുറത്തു വരുന്നത്. കോരിച്ചൊരിയുന്ന മഴ. ആ മഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണവാർത്ത കണ്ണൂർ മാട്ടൂൽ ഗ്രാമത്തിനെ ഇപ്പോൾ മുഴുവൻ കണ്ണീരിലായിത്തീരിക്കുകയാണ്. ആലപ്പുഴയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ചവരിൽ കണ്ണൂർ മാട്ടൂൽ നോർത്ത് മുട്ടം പാണ്ടിയാലയിലെ CM അബ്ദുൽ ജബ്ബാറിൻ്റെയും SLB ഫാസിലയുടെ മകൻ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഉണ്ടെന്ന വാർത്ത മാട്ടൂൽ ഗ്രാമം ഞെട്ടലോടെയാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ കുറച്ച് ചെറുപ്പക്കാർ അധികം സഞ്ചരിച്ചിരുന്ന ടവേര KSRTC ബസ്സിലിടിച്ച് 4 പേർ മരിച്ചു എന്ന വാർത്ത വന്നിരുന്നുവെങ്കിലും തങ്ങളുടെ കുഞ്ഞ് അതിലുണ്ടാകല്ലേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഒരു കണ്ണൂർ സ്വദേശിയുണ്ട് എന്നും ആട്ടൂൽ ഗ്രാമത്തിലാണെന്ന് സംശയമുണ്ടെന്നുമുള്ള വാർത്തകൾ വന്നപ്പോഴേ ഗ്രാമം നടുങ്ങലിലായി. ആ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു അവനെന്ന് വേണം യഥാർത്ഥത്തിൽ പറയേണ്ടത്. നാടിന്റെ പ്രതീക്ഷയായ വിദ്യാർത്ഥിയാണ് വാഹനാപകടത്തിൽ മരിച്ചത് എന്ന് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കണ്ണൂരിലെ മാട്ടൂൽ ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുകയായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഡോക്ടർ പഠിത്തം. MBBS എൻട്രൻസ് എഴുതി ആലപ്പുഴയിൽ കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അധികമാർക്കും കിട്ടാത്തൊരു കാര്യമാണ്. അത്രമേറെ അധ്വാനിച്ചാൽ മാത്രമേ അത് കിട്ടൂ എന്നെല്ലാവർക്കും അറിയാം. ആലപ്പുഴയിലേക്ക് വിടണമെന്ന് വലിയ വിഷമമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവൻ്റെ ഭാവി ഓർത്ത് തന്നെയാണ് വീട്ടുകാരും അങ്ങനൊരു തീരുമാനമെടുത്തത്. പക്ഷേ ഇതാ ചേർന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ദുഃഖവാർത്തയാണ് അവരെ തേടിയെത്തുന്നത്. MBBS 1ാം വർഷ വിദ്യാർത്ഥിയാണ് അബ്ദുൽ ജബ്ബാർ. അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണമടഞ്ഞിരിക്കുന്നു. വളരെ സൗമ്യനായ ഈ വിദ്യാർത്ഥി നീറ്റ് സ്റ്റേറ്റ് മികച്ച റാങ്കിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ്. വാദി ഹുദ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയാണ് മെഡിക്കലിന് ചേർന്നത്. ഇരട്ട സഹോദരനാണ് മറ്റൊരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെ വലിയ പ്രതീക്ഷകളാണ് ഇരുവരും. ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ. അതിൻ്റെ സന്തോഷത്തിലാണ് വീട്ടിലെല്ലാവരും തന്നെ. മക്കളുടെ വിശേഷങ്ങൾ, കോളേജ് അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വീട്ടിലും ഗ്രാമത്തിലുമൊക്കെ സന്തോഷമായിരുന്നു. മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ടോടെ തന്നെ നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന് കബറടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഇന്ന് വൈകുന്നേരം തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും നാട്ടിലേക്കും എത്തിക്കും. കണ്ണീരോടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെയുള്ളവർ ഏറ്റുവാങ്ങാൻ പോകുന്നത്. മുഹമ്മദ് ജബ്ബാറിൻ്റെ വിയോഗത്തിൽ അനുശോചിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ തന്നെയും പ്രിയപ്പെട്ടവരായിരുന്നു. വളരെ സൗമ്യമായ പെരുമാറ്റം. കണ്ടാൽ ആരോടും സംസാരിക്കാത്ത സ്വഭാവ പ്രകൃതക്കാരനാണെന്ന് തോന്നുമെങ്കിലും എല്ലാവരോടും നല്ലപോലെ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരൻ. അങ്ങനെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അങ്ങനൊരു യുവാവിനാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം സിനിമ കാണാൻ പോയതാണ് ഇവരെല്ലാവരും. ഒരുമിച്ച് പോകണമെന്ന ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം ഇവരെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.